അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, സോറി ഇൻഫിനിറ്റി അല്ല, എക്സ്റ്റെൻസ് ടു 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, എക്സ്റ്റെൻസ് ടു 0 മൈനസ് log x the whole raised to x. ഫോർമാറ്റ് log 0 is infinity, 0 raised to 0, infinity raised to 0. Same steps, minus log x the whole raised to x. Log എടുക്കുന്നു, that will be x into log of minus log x. X into log of minus log x. Limit കൊടുക്കുന്നു, same limit, limit extends to 0, log y is equal to limit extends to 0, 0 അല്ല, x into log minus log x. ഫോർമാറ്റ് ചെക്ക് ചെയ്യാം. ഇത് 0 ആണ്, x 0 ആണ്. x 0 ആണ്. ഇനി അടുത്ത log 0 ഇൻഫിനിറ്റി ആണ്. log ഇൻഫിനിറ്റി വീണ്ടും ഇൻഫിനിറ്റി ആണ്. ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. Therefore ലോഗിനെ താഴേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കരുത്, അത് അപകടമാണ്. അതുകൊണ്ട് മൈനസ് log x, log ഓഫ് മൈനസ് log x അവിടെ ഇരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഡിനോമിനേറ്ററിൽ 1/x ഇടുന്നു, 1/x. നൗ ഫോർമാറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം. ലാപിറ്റാൽ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/, അകത്ത് കിടക്കുന്നത് മൈനസ് log x ആണ്, അത് ഇട്ടു. പിന്നെ ഒരു മൈനസ് ഉണ്ട്, ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ഡിവൈഡഡ് ബൈ 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർഡ്. അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു 3 മൈനസ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു 3 മൈനസ് ആണ് വന്നിട്ടുള്ളത്. Therefore this will be equal to limit x tends to 0, മൈനസ് അവിടെ ഇരിക്കട്ടെ, 1/1 log x into 1/x divided by 1/x squared. 1/x squared. ഓബിയസ്ലി ഇവിടെ ഒരു 1/x ഇവിടെ ഒരാളും പോയിട്ട് നമുക്ക് ബാക്കി കിട്ടുന്നത് ലോഗ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നിന്നൊരു 1/x പോയി. അപ്പൊ ഈ എക്സ് മുകളിൽ വന്നിട്ട് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് എന്ന് കിട്ടും. മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്. ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് എഗെയിൻ ലാപിറ്റാൽ റൂൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി minus 1 by log x in derivative 1/x. Therefore, this is equal to limit x tends to infinity, limit x tends to infinity minus x, limit x tends to infinity minus x. ഇനി അടുത്ത് ഈ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണ്, കാരണം നെഗറ്റീവ് സൈൻ അവിടെ കിടപ്പുണ്ടേ. അപ്പൊ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എനിക്കൊരു തെറ്റ് പറ്റി. കാരണം വേറൊന്നുമല്ല, എന്റെ ലിമിറ്റ് 0യ്ക്ക് പകരം ഞാൻ പിന്നെ അത് ഇൻഫിനിറ്റി ആക്കി മാറ്റിക്കളഞ്ഞു. ലിമിറ്റ് 0യ്ക്ക് പകരം ഞാൻ ഇൻഫിനിറ്റി ആക്കി കളഞ്ഞു. അങ്ങനെ ഒരു ചെറിയ തെറ്റ് പറ്റി കേട്ടോ, ലിമിറ്റ് മാറിപ്പോയി. ഇത് സ്വാഭാവികമായിട്ട് വരുന്നൊരു തെറ്റാണ് കേട്ടോ, സ്വാഭാവികമായിട്ട് വരുന്നൊരു തെറ്റാണ്. അപ്പൊ തെറ്റ് വരുന്നത് നല്ലതാണ്, നമുക്കത് തിരിച്ചറിയാമല്ലോ. ഇപ്പൊ വരുന്നത് പരീക്ഷയ്ക്ക് തെറ്റാൻ പാടില്ല. Limit extends to 0 minus log x by 1/x. I will be writing it as minus x by log x. Minus x by log x. 0 കൊടുക്കുമ്പോൾ ഇയാള് 0 മുകളിൽ 0 വരും, താഴെ ഇൻഫിനിറ്റി വരും. 0 വരും, ഇൻഫിനിറ്റി വരും. 0 ബൈ ഇൻഫിനിറ്റി, അത് 0 ബൈ ഇൻഫിനിറ്റി 0 ആണ്. 0 കാരണം മുകളിൽ കോൺസ്റ്റന്റ് അല്ല. നമുക്ക് 0 ബൈ 0 വന്നാലോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാലോ അല്ലെങ്കിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി വന്നാലൊക്കെ ഉപയോഗമുള്ളൂ. ഇത് 0 ബൈ ഇൻഫിനിറ്റി ആണ്. അതായത് ഡിനോമിനേറ്റർ ക്രമാതീതമായി വലുതാവുകയാണ്, അത് 0 ആവുകയല്ല. അതുകൊണ്ട് അത് 0. ഒബിയസ്ലി എക്സ്പോണൻഷ്യൽ മാറ്റാനായിട്ട് ലോഗ് മാറ്റാനായി രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുക്കേണ്ടതുണ്ട്. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഇത് e⁻⁴ ആവും, 1 ആവും. കഴിഞ്ഞു. സിമ്പിൾ. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ലാപിറ്റാൽ റൂളിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു
pi by 2, x tends to pi by 2, tan x the whole raised to pi by 2 minus x. നോക്കാം, tan pi by 2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. pi by 2 മൈനസ് pi by 2 0 ആണ്. ഇൻഫിനിറ്റി റൈസ് ടു 0. സെയിം സ്റ്റെപ്സ്. y is equal to tan x raised to pi by 2 minus x. log അപ്ലൈ ചെയ്യുന്നു. pi by 2 മൈനസ് x താഴേക്ക് വരും. log tan x. And limit x tends to pi by 2. x tends to pi by 2. Log y will be equal to limit x tends to pi by 2. Pi by 2 minus x into log tan x. ഫോർമാറ്റ് ചെക്ക് ചെയ്യാം. pi by 2 മൈനസ് pi by 2 0 ആണ്. tan pi by 2 ഇൻഫിനിറ്റി ആണ്. log ഇൻഫിനിറ്റി ആണ്. therefore 0 into ഇൻഫിനിറ്റി. ഡൺ. അപ്പോ ഇവിടെ നമുക്ക് ലോഗിനെ താഴെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1/tan x പിന്നെ ടാന്റെ ഡെറിവേറ്റീവ് sec square x അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്തായാലും അത് ചെയ്യുന്നില്ല. ഞാൻ ലോഗിനെ ഒരിക്കലും താഴെ കൊണ്ടുപോയിട്ടില്ല, ഇപ്പോഴും കൊണ്ടുപോകുന്നില്ല. മറ്റേ ആളെയാണ് കൊണ്ടുപോകുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 log tan x divided by 1/pi by 2 minus x. അയാളെ താഴെ കൊണ്ടുപോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലാപിറ്റാൾ റൂൾ അപ്ലൈ ചെയ്യാം. ഓബിയസ്ലി ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ് ആണ്. ലാപിറ്റാൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 ലോഗിന്റെ ഡെറിവേറ്റീവ് 1/tan x, tan xന്റെ ഡെറിവേറ്റീവ് sec squared x ഡിവൈഡഡ് ബൈ ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് pi by 2 1/pi by 2 ആണ്. 1/pi by 2 minus x ആണ്. 1/pi by 2 minus x the whole square into minus x ന്റെ ഡെറിവേറ്റീവ് -1. ഇവിടെ ഒരു -1 കൂടെ ഉണ്ട്. ഇത് 1/x ന്റെ ഡെറിവേറ്റീവ് ആണ്. -1/x squared into അകത്തുള്ള pi by 2 minus x ന്റെ ഡെറിവേറ്റീവ് -1. അപ്പൊ ഓബിയസ്ലി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മൈനസ് ഉണ്ട്. നമ്മൾ അതൊക്കെ ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 1/tan x cot x ആണ്. cot x into sec square x ഡിവൈഡഡ് ബൈ മൈനസ് പോവും, ബാക്കി 1/pi by 2 minus x the whole square. 1/pi by 2 minus x the whole square. ഇത് നമുക്ക് ഇയാളെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 minus x the whole square. അതവിടെ ഇരിക്കട്ടെ. കോട്ട് എന്ന് പറയുമ്പോൾ cos by sin ആണ്. cos x by sin x ആണ്. സീക്ക് എന്ന് പറയുമ്പോൾ 1/cos square x ആണ്. അപ്പൊ നമുക്ക് ഇയാളെയും വെട്ടിക്കളയാം. ഓരോ കോസിന് വെച്ച് വെട്ടിക്കളയാം. ബാക്കി കിട്ടുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 pi by 2 minus x the whole square divided by cos x sin x അല്ലെങ്കിൽ sin x cos x whatever it is. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് pi by 2 കൊടുക്കുമ്പോൾ മുകളിൽ 0 താഴെയും 0. pi by 2 കൊടുക്കുമ്പോൾ മുകളിലും 0 താഴെയും 0. cos pi by 2 0 ആണ്. അപ്പൊ 0/0 ഫോർമാറ്റ് കിട്ടി. ലാപിറ്റാൾ റൂള് എഗെയിൻ ഉപയോഗിക്കേണ്ടി വരും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു pi by 2 മുകളില് ലാപിറ്റാൾ റൂൾ വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ മുകളില് ഈ ആളാണ്. അപ്പൊ ദാറ്റ് വിൽ ബി 2 into pi by 2 minus x into -1 divided by sin x into cos x ന്റെ ഡെറിവേറ്റീവ്. that will be sin x ന്റെ ഡെറിവേറ്റീവ് cos x into cos x cos square x plus sin x into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. അപ്പൊ മൈനസ് sin squared x ആണിത്. therefore വീണ്ടും വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ pi by 2 minus x ആയതുകൊണ്ട് 0 ആവും. താഴെ
ഇത് 0 ആകും ഓബിയസ്ലി. സോറി, ഇത് 0 ആകില്ല. ഇത് 0 ആവില്ല. സോറി, ഇത് 0 ആവില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോമുല ഉപയോഗിക്കുകയാണ്. ഫോമുല ഉപയോഗിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2. ഇവിടെ -2 ഇൻറ്റു π/2 - x. -2 ഇൻറ്റു π/2 - x. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോമുല അനുസരിച്ച് cos 2x അറിയാവുന്ന ഒരു ഫോമുല വെച്ചിട്ട് ഇയാള് cos square x, ഞാൻ സൈഡിൽ എഴുതാം, cos 2x is equal to cos square x minus sin square x ആണ്. -sin square x ആണ്. ഈ ഒരു ഫോമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് ഇയാളെ cos 2x ആക്കി. ഇയാളെ cos 2x ആക്കി കഴിഞ്ഞാൽ cos 2 ഇൻറ്റു π/2 cos π ആണ്. cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. ഡിനോമിനേറ്റർ 0 അല്ല. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. cos 2 ഇൻറ്റു cos സ്ക്വയറിന്റെ ഇതിന്റെ അകത്ത് നിങ്ങൾ π/2 കൊടുക്കുകയാണെങ്കിൽ cos സ്ക്വയർ π/2, cos π/2 ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതൊരു ഇൻഫിനിറ്റി വരും. അങ്ങനെ ഒരു പ്രശ്നം വരും. പക്ഷെ അതിന്റെ ഫോമുലയിൽ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും cos 2 ഇൻറ്റു എക്സ് cos π വരും. cos π -1 ആണ്. cos π -1 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 0 അല്ല, പക്ഷെ ന്യൂമറേറ്റർ 0 ആണ്. ഓബിയസ്ലി ഇത് 0 ആകും. ലിമിറ്റ് 0 ആകും. ന്യൂമറേറ്ററിൽ π/2 -π/2 വരുമ്പോൾ 0 ആയിക്കോളും. 0/-1 വരും. 0 ഡൺ. അപ്പോ ഇത് 0 ആണ്. ഓബിയസ്ലി നമ്മൾ ഇത് മാറ്റാൻ, ലോഗ് മാറ്റാനായിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 y, രണ്ട് സൈഡ് എക്സ്പോണൻഷ്യൽ എടുക്കുന്നു, e⁻0 1. അവസാനത്തെ ആൾക്കാരുടെ എല്ലാവരുടെ ആൻസർ നിങ്ങൾക്ക് e⁻0 1 വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗ്രാൻഡഡ് ആയി എടുക്കരുത്. അതെങ്ങനെ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അത് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ പ്രത്യേകത ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മളെ പോർഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് പറയാൻ പോകുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡിഫറൻസിയേഷന്റെ പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂള് കോഷ്യൻ റൂളൊക്കെ അറിയാലോ അല്ലേ? അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാം സർ. അറിയാലോ, രണ്ടുപേർക്കും അറിയാലോ. അറിഞ്ഞുകൂടായെങ്കിൽ ഇപ്പൊ പറയാം. രണ്ടുപേർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂളും അറിയാമെങ്കിൽ ഇനി പറയുന്ന കാര്യം വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലോഗിന്റെ പ്രോപ്പർട്ടികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോഗ് a ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. അടുത്ത ലോഗ് a/b ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് a⁻b ഈക്വൽ ടു b ഇൻറ്റു ലോഗ് എ. ലോഗിന്റെ ഈ വക പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഡിഫറൻസിയേഷനെ എളുപ്പമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വന്നിട്ടുള്ളത്. ലോഗിന്റെ ഈ വക പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുള്ളത്. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് നേരെ എക്സാമ്പിൾ വഴി തന്നെ പോവാം. അതായത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് dy/dx given y is equal to x square sin x divided by root of 1 plus x. ശരി, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്നത് കോഷ്യന്റ് ആണ്. കോഷ്യന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഡിനോമിനേറ്റർ സ്ക്വയർ ചെയ്യും, ന്യൂമറേറ്ററിലേക്ക് പോകും. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് കിടക്കുന്നു. അപ്പൊ അവിടെ പ്രോഡക്റ്റ് റൂൾ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് ഇവിടെ ഡിഫറൻസ് മീൻസ് കോഷ്യൻ റൂളിന്റെ അകത്ത് പ്രോഡക്റ്റ് റൂൾ വരുന്നുണ്ട്. ഓബിയസ്ലി ഇത് എന്താവും? കോംപ്ലിക്കേറ്റഡ് ആയി മാറും. പക്ഷെ നമ്മൾ ലോഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻസിനെ അവസാനിപ്പിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. y ഈക്വൽ ടു കിട്ടിയല്ലോ, നമുക്ക് രണ്ട് സൈഡും ലോഗ് എടുക്കാം.
ലോഗിന്റെ ജോലി നിങ്ങൾക്കറിയാം. ലോഗ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. അത് ഉപയോഗിച്ച് ലോഗ് എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് ലോഗ് റൂട്ട് ഓഫ് 1+x എന്ന് ഇയാളെ മാറ്റാം. നിങ്ങൾ നോക്കുക, ഇനി ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരില്ല? കോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരില്ല. കഴിഞ്ഞു. കോഷ്യന്റ് റൂളിന്റെ ഉപയോഗം കഴിഞ്ഞു. കാരണം കോഷ്യന്റിനെ മാറ്റി. ഇനി ഇവിടെ നോക്കുക, രണ്ടുപേരുടെ പ്രോഡക്റ്റ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് സൈൻ എക്സ്. ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് സൈൻ എക്സ്. ഇനി ഇവിടെ ലോഗ് റൂട്ടിനെ നമുക്ക് 1+x ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ 1/2 ആണല്ലോ. അതാണ് ചെയ്തത്. ലോഗിന്റെ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, പവറിനെ ഫ്രണ്ടിൽ കൊണ്ടുവരും. പവറിനെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ഇവിടെ പ്രത്യേകിച്ച് പവർ ഒന്നുമില്ല. ഇവിടെ 1/2 ലോഗ് 1+x. ഇതാണ് നിങ്ങളുടെ ലോഗ് y. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വളരെ കുറച്ചു, മീൻസ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യും. ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ലോഗ് y ആണ്, 1/y ആണ്. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നമുക്ക് dy/dx ഇടേണ്ടി വരും. അത് ഇടാൻ മറക്കരുത്, കാരണം ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വൈനെ സാധാരണ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് dy/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി 2 കോൺസ്റ്റന്റ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, ലോഗിന്റെ ഡെറിവേറ്റീവ് 1/sin x, sin എക്സിന്റെ ഡെറിവേറ്റീവ് cos x, മൈനസ് 1/2 കോൺസ്റ്റന്റ് ആണ്. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/1+x, 1+xന്റെ ഡെറിവേറ്റീവ് 1. കഴിഞ്ഞു. പ്രോസസ് ഓവർ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷെ ഉത്തരമായിട്ടില്ല. ഉത്തരത്തിന് കുറച്ചുകൂടെ ഒന്ന് പോകണം. സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒന്ന് എന്ത് ചെയ്യുകയാണ്? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. y ഇൻറ്റു dy/dx. എനിക്ക് 2/x കിട്ടി. 2/x. cos x/sin x ആണ്. പ്ലസ് നിങ്ങൾ കണ്ടു അതെന്താണ്? cos x/sin x ആണ്. ഒബിയസ്ലി അത് cot x ആണ്. അടുത്ത് എന്താണ്? 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1. 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1. 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1. കഴിഞ്ഞു. dy/dx ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. dy/dx is equal to y ഇൻറ്റു 2/x പ്ലസ് cot x മൈനസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1. വൈയുടെ വാല്യൂ അതേപോലെ തിരിച്ചു കൊടുക്കാം. വൈ എന്നിട്ടുകൊണ്ട് നിൽക്കരുത്, മാർക്ക് പോകും. വൈ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി ആണ്, അയാൾക്ക് അതിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കണം. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1+x ആണ് വൈയുടെ വാല്യൂ. പ്ലസ് cot x മൈനസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഡിഫറൻസിയേഷൻ ഓവർ. dy/dx കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ ഉപയോഗം. ലോഗ് എടുത്തു കഴിഞ്ഞാലുള്ള ഉപയോഗം ഇതാണ്. നമ്മുടെ ഡിഫറൻസിയേഷൻ ബ്രേക്ക് ഡൗൺ ആവും. നമ്മുടെ ഡിഫറൻസിയേഷൻ വല്ലാതെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 7x minus 14 divided by 1 plus x square the whole raised to 4. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരിക്കലും നോർമൽ ഡിഫറൻസിയേഷൻ നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ദിസ് ഇസ് ഗോയിങ് ടു ബി എ കോംപ്ലിക്കേറ്റഡ് വൺ. അതുകൊണ്ട് അത് ചെയ്യാൻ നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പറയുന്നത്. പ്രൊസീജിയർ വീണ്ടും ഞാൻ പറയുന്നു. രണ്ട് സൈഡും ലോഗ് എടുക്കുക. y ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് രണ്ട് സൈഡും ലോഗ് എടുക്കുക. ലോഗിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുക. ലോഗ് a/b ലോഗ് എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 7x മൈനസ് 14 മൈനസ് ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 4. ഇവിടെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് 7x മൈനസ് 14
മൈനസ് ലോഗ് ഇതാണ്, പവർ വെളിയിൽ വരും, ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. ഇവിടെയും പവർ വെളിയിൽ വരും, 2 log എക്സ് പ്ലസ് ഇവിടെ നോക്കുക ക്യൂബ് റൂട്ടാണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/3 ആണ്. സ്ക്വയർ റൂട്ട് റേസ് ടു 1/2, ക്യൂബ് റൂട്ട് റേസ് ടു 1/3, ഫോർത്ത് റൂട്ട് റേസ് ടു 1/4 ആൻഡ് സോ ഓൺ. അപ്പോ ഇയാള് ലോഗ് 7x മൈനസ് 14 ദ ഹോൾ റേസ് ടു 1/3 മൈനസ് 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. ആൻഡ് ഫൈനലി 2 ഇൻറ്റു ലോഗ് എക്സ് 1/3 വെളിയിൽ വരും, 1/3 ഇൻറ്റു ലോഗ് 7x മൈനസ് 14 മൈനസ് 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. ഇനി നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാം. ഓബിയസ്ലി ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ആണ്, ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 2/x പ്ലസ് 1/3 ഇൻറ്റു 1/7x മൈനസ് 14 ഇൻറ്റു 7 മൈനസ് 4 by 1 plus x squared into 2x. Therefore, this is equal to 2/x plus 7/3 into 7x minus 40. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ പോകാം. താഴെ 7 കോമൺ ആണല്ലോ, നമുക്ക് 7 കോമൺ എടുത്ത് വെട്ടിക്കളാം. നമുക്ക് 7 കോമൺ എടുത്ത് വെട്ടിക്കളാം. അതിന് ഞാൻ ഇനി ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല. 7 കോമൺ എടുത്ത് വെട്ടിക്കളയുമ്പോൾ മുകളിലുള്ള 7 പോയിട്ട് അവിടെ 1 ആവും. 7 ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പൊ 7 കോമൺ എടുക്കുമ്പോൾ എക്സ് മൈനസ് 2 ആവും. ഇനി മൈനസ് 4 ഇൻറ്റു 2 മൈനസ് 8x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. y കൊണ്ട് മൾട്ടിപ്ലൈ, y ഇപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു 2/x പ്ലസ് 1/3 ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് 8x പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ. y എന്ന് പറയുന്ന വാല്യൂ നിർബന്ധമായ അവസാനം തിരിച്ചെടുത്ത് കൊടുത്തിരിക്കണം. അത് എടുത്തെഴുതാതിരിക്കരുത്, 1 മാർക്ക് പോകും. ഇത്രയും ചെയ്തിട്ട് അത് ചെയ്യാതെ പോകരുത്, അത് ചെയ്യണം. വൈനെ വൈ ആയിട്ടിടരുത്. എന്താണോ അതിന്റെ ഒറിജിനൽ വാല്യൂ അത് എഴുതണം. കാരണം നമ്മുടെ ഉത്തരത്തിൽ മുഴുവനായിട്ടും എക്സ് വരണം എന്നൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ആ വൈയുടെ വാല്യൂ തിരിച്ചെടുത്തു കൊടുത്ത് ഒന്നുകൂടെ എഴുതി വെച്ച് ഉത്തരം അവസാനിപ്പിക്കുക. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. നമ്മൾ വലിയ പ്രശ്നക്കാരനായ പ്രോസസ്സിനെ ഡിഫറൻസിയേഷൻ എന്ന ചെയിൻ റൂളും കോഷ്യന്റും പ്രോഡക്റ്റും എല്ലാം കൂടെ മിക്സ് ആയിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ വളരെ സിമ്പിളായി കിട്ടി. നിങ്ങളത് നേരെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഈ അച്ചടക്കത്തോടെ മീൻസ് ഈ ഒരു രീതിയിൽ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് തെറ്റാം. കോംപ്ലിക്കേറ്റഡ് ആയ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരാൻ തെറ്റാം. കാരണം ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ ഇവിടെ പവർ 8 ആയി മാറും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോംപ്ലിക്കേഷൻ എന്താണ്. അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ചെയ്യുക. നൗ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് ഒരു ഫംഗ്ഷന്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് y is equal to x square plus 1 the whole raised to sin x. Obviously ഇത് മുകളിൽ കിടന്നതാണ് നമുക്ക് പ്രശ്നം. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, മുകളിൽ കിടക്കുന്നതാണ് പ്രശ്നം. ഇത് താഴെ വന്നിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യാം. നിങ്ങൾക്കറിയാം ഇതിനെ താഴെ കൊണ്ടുവരാനുള്ള മാർഗമാണ് ലോഗ്. അപ്പൊ 2 സൈഡ് നിങ്ങൾക്ക് ലോഗ് എടുക്കാം. അപ്പൊ ഈ സൈൻ എക്സ് വെളിയിൽ വന്നോളൂ. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാം. Therefore, log 1/y ആണ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. കോസ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x സ്ക്വയർ പ്ലസ് 1 ആണ്. അകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. Therefore, this will be cos x into log x square plus 1 into 2 plus 2x sin x
ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. Therefore, y-നെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. dy by dx ആണ് നമ്മുടെ വാല്യൂ. y ഇൻറ്റു cos x log into log x squared plus 1 plus 2x sin x by x square plus 1. y-യുടെ വാല്യൂ തിരിച്ചു കൊടുക്കണം. dy by dx is equal to x square plus 1 the whole raised to sin x into cos x into log x square plus 1 plus 2x into sin x divided by x square plus 1. Problem solved. കഴിഞ്ഞു. അതായത് പവറിൽ വന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് തിരിച്ചറിയുക. പവറിൽ വന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഇനി സേ ഫോർ എക്സാമ്പിൾ y is equal to 10 raised to x. ചിലർക്കെല്ലാം ടെൻഡൻസി ഉണ്ടാകും. പവർ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു 10 റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ബ്ലണ്ടറാണ്. ഒരിക്കലും ഇത് ചെയ്ത് വയ്ക്കരുത്. ഇത് തെറ്റാണ്. ഇത് ചെയ്ത് വയ്ക്കരുത്. നമ്മുടെ പവറായിട്ട് കോൺസ്റ്റന്റുകൾ വരുമ്പോഴാണ് പവർ റൂൾ ഉപയോഗിക്കുക. കോൺസ്റ്റന്റ് അല്ലാതെ വേരിയബിൾ വന്നാൽ പവർ റൂൾ അല്ല വിഷയം. മേളിലുള്ള വേരിയബിളിനെ താഴെ കൊണ്ടുവരണം. അതിന് നിങ്ങൾ ലോഗ് തന്നെ ഉപയോഗിക്കണം. ഓബിയസ്ലി അത് ഇതങ്ങനെയാവും. ഡിഫറൻസിയേഷൻ ചെയ്യുന്നു. 1/y ഇൻറ്റു dy by dx. ലോഗ് 10 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1. Therefore, dy by dx is equal to y into log 10. y എന്ന് പറയുന്ന 10 raised to x ആണ്. 10 raised to x into log 10. ഫൈനൽ ആൻസർ. ഇതാണ് പ്രൊസീജിയർ. ഇതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഓക്കെ, മനസ്സിലായോ? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. അത് പഠിക്കുക.